സാൻവിയുടെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണിത്. ബേസിക് പ്യുവർ വിസ്കോസ് ഓർഗൻസയിലാണ് ചെയ്തിരിക്കുന്നത്. ബീഡ്സ് വർക്കും അതുപോലെ തന്നെ ആപ്ലിക് വർക്കും കൂടെ ആഡ് ചെയ്തിട്ട് സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണിത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബുട്ടാസ്, ഈ ബുട്ടായിൽ നമ്മൾ ആപ്ലിക് വർക്കാണ് ചെയ്തിരിക്കുന്നത്. മെഷീനിൽ ചെയ്യാൻ പറ്റാത്ത ഒരു വർക്കാണിത്. അത് നമ്മൾ മെഷീനിൽ വളരെ റിസ്ക് എടുത്തിട്ട് ഓപ്പറേറ്റർമാരെ എല്ലാം വളരെ രീതിയിൽ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. സാധാരണ ആപ്ലിക് വർക്ക് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാൻഡ് വർക്ക് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഹാൻഡ് വർക്കിൽ വരുന്ന കോസ്റ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മെഷീനിലോട്ട് കൺവേർട്ട് ചെയ്തത്. ആപ്ലിക് വർക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബുട്ടയിൽ കാണുന്ന ഇത് വേറെ ഒരു ഫാബ്രിക് ആണ്. അതായത് ബേസ് വിസ്കോസ് ഓർഗൻസയും അത് നമ്മൾ നമ്മുടെ യൂണിറ്റിൽ തന്നെ ഡൈ ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു പേസ്റ്റൽ ഷെയ്ഡിലാണ് നമ്മൾ ബേസ് ഫാബ്രിക് എടുത്തിരിക്കുന്നത്. അതില് ആപ്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ സിൽക്കിന്റെ ഒരു ഫാബ്രിക് നമ്മുടെ യൂണിറ്റിൽ തന്നെ ഒരു ലൈറ്റ് പൗഡർ പീച്ച് കളറിൽ നമ്മൾ ഡൈ ചെയ്തെടുത്തിട്ട് അത് ഈ ബേസ് ഓർഗൻസയിലോട്ട് ആപ്ലിക്ക് ചെയ്തിരിക്കുകയാണ്. ബേസ് ഫാബ്രിക്കിലെ മെഷീനിൽ വർക്ക് ചെയ്തു. അതിന്റെ കൂടെ തന്നെ ബീഡ് വർക്കും നമ്മൾ ചെയ്തു. ആപ്ലിക്ക് അതില് എക്സ്ട്രാ പീസായിട്ട് വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്തു. വർക്ക് ചെയ്തതിന് ശേഷം ഈ ഔട്ടർ പൊസിഷൻ കട്ട് വർക്ക് എടുത്ത് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇത്. അതായത് വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ മെഷീനിൽ നിന്ന് റിമൂവ് ചെയ്ത് ഫ്രെയിമിംഗ് അഴിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഈ ബോർഡർ നമ്മൾ കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കട്ട് വർക്ക് ചെയ്തിട്ട് അതിൽ ചെറിയ സാറ്റിന്റെ ഒരു എംബ്രോയിഡറി വർക്കും ഒരു ഔട്ടറിൽ നമ്മൾ ആർക്കി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ബീഡ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ബീഡ്സിലെ കളർ ചേഞ്ചിങ് അല്ലെങ്കിൽ ഡാമേജ് ഒന്നും സംഭവിക്കുകയല്ല. അല്ലാതെ സാരിക്കും വേറെ ഏത് രീതിയിലുള്ള നമുക്ക് ക്രിയേഷൻസും ഇതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ.